ഹായ് ഓൾ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു മൊഡ്യൂളാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ ടേമിൽ നിന്ന്, ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ ഫ്ലോ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എവിടെ നിന്നെല്ലാം ഫണ്ട് ബിസിനസ്സിലേക്ക് വന്നു, അത് എങ്ങനെയെല്ലാം നമ്മൾ ചിലവഴിച്ചു എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ടേം ഇൻവോൾവ്ഡ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഏതൊക്കെ ടേംസ് ആണ്? ഫണ്ട് എവിടെ നിന്നെല്ലാം വന്നു എന്ന് കാണിക്കുന്നതും അത് എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്ന് കാണിക്കുമ്പോഴും അതിൻ്റെ ഫണ്ടിൻ്റെ ഫ്ലോ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ രണ്ട് ടേം ഉണ്ട്. ഒന്ന്, എന്താണ് ഫണ്ട്, എന്താണ് ഫണ്ട്, അതിൻ്റെ ഫ്ലോ ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ടേമും അറിയണം, എന്താണ് ഫ്ലോ അല്ലേ? എന്താണ് ഫണ്ട്? ഫസ്റ്റത്തെ ചോദ്യം നമുക്ക് എടുക്കാം, എന്താണ് ഫണ്ട്? ഫണ്ട് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, ഒരു നേരോ സെൻസ് ഉണ്ട്, നമ്മളെല്ലാവരും പറയുന്ന ഒരു സെൻസ്. അതെന്താണ്? എൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാഷ് എന്ന സെൻസിലാണ് അല്ലേ? എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. ദെൻ ഇതാണ് ഒരു നേരോ സെൻസിൽ ഫണ്ട് എന്ന് പറയുമ്പോൾ. ഇനി ഒരു ബ്രോഡ് സെൻസിൽ നമ്മൾ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൻ തീരെ ഫണ്ടില്ലാത്ത, വിച്ച് മീൻസ് റിസോഴ്സസ് അല്ലേ? ബിസിനസ്സിൻ്റെ മൊത്തം റിസോഴ്സസിനെയാണ് നമ്മൾ ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസോഴ്സസ്, അതിനെയാണ് നമ്മൾ ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പോപ്പുലർ സെൻസിൽ ബിസിനസ്, നമ്മൾ ഇനി ഇവിടെ എടുക്കാൻ പോകുന്ന സെൻസ് എന്ന് പറയുന്നത്, പോപ്പുലർ സെൻസിൽ നമ്മൾ ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? നിങ്ങൾക്കറിയാം, ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായി വരുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ട് എന്നു പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്നും, ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുമാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഫണ്ട് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. അടുത്തത് എന്താണ് ഫ്ലോ? ഫ്ലോ മീൻസ് ചേഞ്ചസ് ഓർ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്. ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? മൂവ്മെൻറ്റിനെയാണ് അല്ലേ? അല്ലെങ്കിൽ ചേഞ്ചസിനെ, മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി പറയുന്ന സമയത്ത് ഫണ്ടിൽ വരുന്ന ചേഞ്ചസിനെയാണ് അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഫണ്ടിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മൾ എടുക്കുന്നത് ഈ സെൻസിലാണ്. അപ്പോൾ ഈ രണ്ട് സെൻസും നമുക്ക് മാറ്റി വയ്ക്കാം. ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എടുക്കുകയും ദെൻ ആ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന ചേഞ്ചസിനെ ഫണ്ടിൽ ഫ്ലോ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറയുകയും ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയാൽ നമ്മൾ പറയും എന്താണ്? ഫണ്ട് കൂടിയെന്നും, വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞാൽ നമ്മൾ പറയും ഫണ്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നും നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ അതിന് ചേഞ്ച് ഉണ്ടാക്കുന്ന ട്രാൻസാക്ഷൻസ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണത്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ കറണ്ട് അസറ്റിലോ കറണ്ട് ലയബിലിറ്റിയിലോ എന്തെങ്കിലും വിധത്തിലുള്ള ചേഞ്ചസ് വരികയാണെങ്കിൽ അപ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. എപ്പോഴാണ് ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ മാറ്റം വരുന്നത് എന്ന് നോക്കാനാണ്. ഓക്കെ, ഒന്നാമത്തത് കറണ്ട് അസറ്റ്. രണ്ട് കറണ്ട് അസറ്റുകൾ തമ്മിൽ ഒരു ട്രാൻസാക്ഷൻസ് നടന്നാൽ അത് എഫക്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ്. അങ്ങനെ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഏതാ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ്. അപ്പോൾ
കറണ്ട് അസറ്റുകൾ തമ്മിൽ ഒരു ട്രാൻസാക്ഷൻസ് നടന്നാൽ, എക്സാമ്പിൾ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഈ ട്രാൻസാക്ഷൻസ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുമോ ഇല്ലേ? നമുക്ക് നോക്കാം. അതൊരു എക്സാമ്പിൾ നോക്കാം. നിലവിലുള്ള കറണ്ട് അസറ്റ് 100 ആണെന്ന് വിചാരിക്കുക. ബിസിനസ്സിൻ്റെ കറണ്ട് അസറ്റ് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് 100 ആണെന്ന് വിചാരിക്കുക. കറണ്ട് ലയബിലിറ്റി ഇവിടെ 50 ആണെന്ന് വിചാരിക്കുക. കറണ്ട് ലയബിലിറ്റി 50 ആണ്. 50 ആണ്. സ്വാഭാവികമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? 50 ആണ്, ആണല്ലോ. ദെൻ ഇനി നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതാൻ പോകുന്നു. ട്രാൻസാക്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, 2 കറണ്ട് അസറ്റുകൾ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ₹10. കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് 10 രൂപ എന്നാണ് എടുക്കുന്നത്. ദെൻ അതിൻ്റെ ജേണൽ എന്തായിരിക്കും നിങ്ങൾക്കറിയാം. ജേണൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്, ഇതായിരിക്കും അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്, അല്ലേ? അതായത് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുകയും ഡെപ്റ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? വർക്കിംഗ് ക്യാപിറ്റലിനെ ഈ ട്രാൻസാക്ഷൻസ് എഫക്റ്റ് ചെയ്യുമോ? റിസൾട്ട് എന്തായിരിക്കും? ചെയ്യോ? നോക്കാം നമുക്ക്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിലുണ്ടാവാം, അല്ലേ? ഡെപ്റ്റേഴ്സ് ഉണ്ടാവാം, ക്യാഷ് ഉണ്ടാവാം, സ്റ്റോക്ക് ഉണ്ടാവാം. ഇതെല്ലാം കൂടിയതാണ് എന്ത് പറയുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. നിലവിലുള്ള കറണ്ട് അസറ്റ് ഈ 100 രൂപ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഈ 100 ഉണ്ടായിരുന്നത് 60 രൂപ ഡെപ്റ്റേഴ്സും 30 രൂപ ക്യാഷും 10 രൂപ സ്റ്റോക്കുമാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇതിൻ്റെ ടോട്ടലാണ് 100 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബിസിനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ട്രാൻസാക്ഷൻസ് എന്ന് വിചാരിക്കാം. ദെൻ നമുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ വന്നു, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. നമ്മൾ നമ്മുടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് 10 രൂപ കളക്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഡെപ്റ്റേഴ്സിൽ നിന്ന് 10 രൂപ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സ് എത്രയായി മാറും? 60 ഉള്ളത് അവർ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അവർ എത്രയായി മാറും? 50 ആയി മാറും, അല്ലേ? ഇവരിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തതുകൊണ്ട് ക്യാഷ് ഇവിടെ കൂടുകയും ചെയ്യും. എത്രയാവും? 30 ഉള്ളത് 40 ആവും. 30 രൂപ ഉള്ളത് 40 രൂപയാവും. ദെൻ സ്റ്റോക്കിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ 50 + 40 + 10 = 100, അല്ലേ? അപ്പോൾ 100 - 50, വർക്കിംഗ് ക്യാപിറ്റൽ 50. അപ്പോൾ അതിനർത്ഥം കറണ്ട് അസറ്റും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻസ് നടന്നാൽ, ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നതും കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റും തമ്മിലൊരു ട്രാൻസാക്ഷൻസ് നടന്നാൽ അത് വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു എക്സാമ്പിൾ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലേ, സ്റ്റോക്ക് വിറ്റു. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷിന് സാധനങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ എവിടുന്നാണ് നമ്മൾ സ്റ്റോക്ക് നിർത്താണല്ലോ കൊടുക്കുക? സ്റ്റോക്ക് എന്തായിരിക്കും എൻട്രി എന്ന് പറയുന്നത്? ക്യാഷിന് വിറ്റതുകൊണ്ട് ക്യാഷ് വരും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്താണ് കുറയുന്നത്? ഇവിടെ എന്താണ്? സ്റ്റോക്ക്, അല്ലേ? സ്റ്റോക്ക് അല്ലെങ്കിൽ സെയിൽസ് എന്ന് എഴുതാം. സ്റ്റോക്കാണ് ഇവിടെ കുറയുന്നത്. സെയിൽസ് വിച്ച് മീൻസ് എന്താ കുറേ? ഇവിടെ സ്റ്റോക്കാണ് കുറയുക, ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ ഇട്ട് നോക്കാം. ഈ എക്സാമ്പിളിൽ 5 രൂപയാണ് എന്ന് വിചാരിക്കുക. ₹5. ഓക്കെ, 5 രൂപയുടെ ഗുഡ്സ് വിറ്റു.
അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ദെൻ സെയിൽസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് അല്ലേ, നമ്മൾ വിൽക്കുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്കും എന്താണ്? കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ രണ്ടും കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് 5 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവത്തില്ല. സ്റ്റോക്ക് എത്രയായി മാറും? ഇവിടെ സ്റ്റോക്ക് 10 എന്നുള്ളത് 5 രൂപയായി മാറും. ഓക്കെ, പക്ഷേ 5 രൂപയ്ക്ക് വിറ്റത് കൊണ്ട് ആ 5 രൂപ എന്തായി മാറിയിട്ടുണ്ടാവും? ക്യാഷ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 40 എന്നുള്ളത് 45 ആവും. സോ 45 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 50, 50 പ്ലസ് 50 ഈസ് ഈക്വൽ ടു 100. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കറണ്ട് അസറ്റുകൾ തമ്മിലൊരു ട്രാൻസാക്ഷൻസ് നടന്നാൽ, കറണ്ട് അസറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നാൽ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ മാറ്റം വരുത്തുന്നില്ല എന്നുള്ളതാണ്. ഇനി കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നാലോ അത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുമോ? അത് നമുക്ക് നോക്കാം. ഒരു ട്രാൻസാക്ഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ പറയുന്നത് കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഒരു ബിൽസ് പേബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ്. എന്തായിരിക്കും എൻട്രി? ബിൽസ് പേബിൾ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ് അല്ലേ. ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സിന് ബിൽസ് പേബിൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് ഇവിടെ കുറയുകയും ബിൽസ് പേബിൾ കൂടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേബിൾ അക്കൗണ്ട്. അതായത് രണ്ടും എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. ഒരു കറണ്ട് ലയബിലിറ്റി കൂടുകയും മറ്റൊരു കറണ്ട് ലയബിലിറ്റി കുറയുകയും ചെയ്യുന്നു. എക്സാമ്പിളിലേക്ക് നോക്കാം. ഇവിടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ കൂടിയതാണെന്ന് വിചാരിക്കുക. ക്രെഡിറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബിൽസ് പേബിൾ, ബാങ്ക് ഓടി, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ദെൻ ക്രെഡിറ്റേഴ്സ് ഒരു 80 രൂപയും 50 അല്ലേ ടോട്ടൽ ഉണ്ടായിരുന്നത്. ക്രെഡിറ്റേഴ്സ് ഒരു 30 രൂപയും ദെൻ ബിൽസ് പേബിൾ 10 രൂപയും ബാങ്ക് ഓടി 10 രൂപയുമാണെന്ന് അസ്യൂം ചെയ്യാം. കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ബിൽസ് പേബിൾ ഇഷ്യൂഡ് ടു ദി ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ബിൽസ് പേബിൾ ഇഷ്യൂ ചെയ്തു. അതിനർത്ഥം ബിൽസ് പേബിൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റേഴ്സ് അവർക്ക് ബില്ല് കൊടുത്താൽ ക്രെഡിറ്റേഴ്സ് കുറയുകയും ബിൽസ് പേബിൾ എന്ന് പറയുന്ന ലയബിലിറ്റി കൂടുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കുക. 10 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു. ഇവിടെ 30 ഉണ്ടായിരുന്ന ക്രെഡിറ്റേഴ്സ് എത്രയായി മാറി? അവർ കുറഞ്ഞ് 20 രൂപയായി മാറി. ദെൻ പക്ഷേ ബിൽസ് പേബിൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ ലയബിലിറ്റി നമുക്ക് കൂടുകയും 10 എന്നുള്ളത് 20 രൂപയാവുകയും ചെയ്തു. അപ്പോൾ കറണ്ട് ലയബിലിറ്റി, ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എത്ര തന്നെ വരുള്ളൂ? 20 പ്ലസ് 20 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 50 വരുള്ളൂ. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറക്കുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റലിൽ ഒരു ചേഞ്ചും വരുന്നതല്ല. മറ്റൊരു എക്സാമ്പിൾ, ബാങ്ക് ഓടി ടേക്കൺ ടു പേ ക്രെഡിറ്റേഴ്സ്. നാലാമത്തത് ബാങ്ക് ഓടി ടേക്കൺ ടു പേ ക്രെഡിറ്റേഴ്സ് അല്ലേ. ബാങ്ക് ഓടി ടേക്കൺ ടു പേ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു. എന്താണ് എൻട്രി വരും? എന്താ? ക്രെഡിറ്റേഴ്സ് കുറയുകയും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന ലയബിലിറ്റി കൂടുകയും ചെയ്യും അല്ലേ. ഇപ്പോൾ ഇവിടെ 5 രൂപയാണെന്ന് വിചാരിക്കുക, ₹5 ആണെന്ന് വിചാരിക്കുക. ₹5 ആണ്. ഓക്കെ, ദെൻ എന്താ എൻട്രി വരിക? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ഓടി.
ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ. ഇവിടെ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. എന്താണ് ഇത് തമ്മിലൊരു ട്രാൻസാക്ഷൻസ് നടന്നാൽ ഒരിക്കലും റിസൾട്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നോ, എഫക്റ്റ് ചെയ്യില്ല അല്ലേ. ഇതിലെല്ലാം നമ്മൾ പറഞ്ഞു എഫക്റ്റ് ചെയ്യില്ല. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾ നമുക്ക് മനസ്സിലായി എഫക്റ്റ് ചെയ്യില്ല. സോ ഇനി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ടേക്കൺ ടു പേ ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് കുറയും അല്ലേ, 5 രൂപ നമ്മൾ അവർക്ക് ബാങ്ക് ഓടി കൊടുത്തതുകൊണ്ട് ഇവിടെ 20 എന്നുള്ളത് എത്ര രൂപയായി മാറും, 5 രൂപ അവർക്ക് കൊടുത്തതുകൊണ്ട് 20 എന്നുള്ളത് ഇവിടെ 15 ആയി മാറും. പക്ഷേ ഇവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ വീണ്ടും എടുത്തതുകൊണ്ട് ഇവിടെ 10 എന്നുള്ളത് നമുക്ക് വീണ്ടും എത്രയാവും, 15 ആവും. സോ ടോട്ടലി 15 + 15 30 + 20 50 ആവും. അപ്പോൾ കറണ്ട് ലയബിലിറ്റി 50ഉം കറണ്ട് അസറ്റ് 100ഉം. നേരത്തെ എക്സാമ്പിൾ വർക്കിംഗ് ക്യാപിറ്റലിൽ നോ ചേഞ്ച്, വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തില്ല, ചേഞ്ച് വരില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കറണ്ട് ലയബിലിറ്റിയും വല്ല ട്രാൻസാക്ഷൻസ് നടന്നാലും ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല, വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരില്ല. ക്ലിയർ, വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് കറണ്ട് അസറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടന്നാൽ റിസൾട്ട് നോ ആണ്, ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല. കറണ്ട് ലയബിലിറ്റിയോ ട്രാൻസാക്ഷൻ നടന്നാലും ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല. ഇനി കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നാലോ, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടന്നാലോ ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുമോ, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് വരുമോ? ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 10. ഒരു എക്സാമ്പിൾ, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ₹10. ഓക്കെ, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ₹10. ദെൻ എൻട്രി എന്താ വരുന്നത്, ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ₹10 എന്ന് പറയുമ്പോൾ ക്യാഷ് ബിസിനസ്സിൽ കൂടുന്നു, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലയബിലിറ്റി നമുക്ക് കുറയുന്നു. അപ്പോൾ ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ക്യാഷ് എത്രയുണ്ടെന്ന് നമുക്ക് എക്സാമ്പിൾ, ക്യാഷ് ഇവിടെ 50 ഇടുന്നു. ദെൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് 10 ഇടുന്നു. ദെൻ ഡെപ്റ്റേഴ്സ് ഇവിടെ ഒരു 40 അല്ലേ, 40. ഇതാണ് കറണ്ട് അസറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് കറണ്ട് അസറ്റ് എന്ന് വിചാരിക്കുക. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 10 രൂപ, ക്രെഡിറ്റേഴ്സിന് 10 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ കുറയും അല്ലേ. അപ്പോൾ ഇവിടെ 15 പോയിട്ട് ഇവിടെ എത്രയേ ഉണ്ടാവൂ, 15 പോയിട്ട് 10 രൂപ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇനി 5 രൂപയേ ഉണ്ടാവും. ഇവിടെ 5 രൂപയേ ഉണ്ടാവും, 5 രൂപയാണ് ഉണ്ടാവുന്നത് അല്ലേ. ദെൻ ക്യാഷ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ക്യാഷ് കുറയും ആണല്ലോ. ക്യാഷ് കുറയുമ്പോൾ ഇവിടെ 50 രൂപ ക്യാഷ് ഉണ്ട്, അത് നമ്മൾ 10 രൂപ കൊടുക്കുമ്പോൾ ഇവിടെ എത്രയായി മാറും, അത് 40 രൂപയായിട്ട് മാറും അല്ലേ. ഇവിടെ ഇത് 5ഉം ഇവിടെ 5, ഇവിടെയോ ഇത് 40. ഓക്കെ, ഇനി നോക്കൂ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 40 + 40 + 10 = 90 അല്ലേ, 90. ദെൻ 5 + 20 25 + 15 എത്ര വരിക, 40 അല്ലേ. 40
90 മൈനസ് 40 ഇസ് ഈക്വൽ ടു 50. അതായത് അതൊന്ന് മനസ്സിലാവുന്ന എന്താ, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലൊരു ട്രാൻസാക്ഷൻസ് നടന്നാലും അത് ഫണ്ടിനെ, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ നോ എന്നായിരിക്കും അതിൻ്റെ മറുപടി. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റേഴ്സ്. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്തു, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസാക്ഷൻസ് ഇവിടെ എഴുതാം. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹10. ഗുഡ്സ് 10 രൂപയ്ക്ക് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ എൻട്രി നമുക്കറിയാം, ഇവിടെ സ്റ്റോക്ക് കൂടും അല്ലേ. ഇവിടെ സ്റ്റോക്ക് എന്ത് ചെയ്യും, എൻട്രി എന്ന് പറയുന്നത് എന്താണ്, പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് അല്ലേ. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക്, ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് എന്തായാലും എന്ത് ചെയ്യും, കൂടും, ഇൻക്രീസ് ചെയ്യും. ദെൻ ക്രെഡിറ്റേഴ്സിന് 2 സാധനങ്ങളാണ്, ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യും, അവിടെ ക്രെഡിറ്റേഴ്സ് കൂടുകയും ചെയ്യും അല്ലേ. സ്റ്റോക്ക് കൂടും, ക്രെഡിറ്റേഴ്സ് കൂടും. ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുമോ നോക്കാം നമുക്ക്. എത്ര രൂപയ്ക്കാണ്, 10 രൂപയ്ക്കാണല്ലോ വാങ്ങിയത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന 10 + 10 നേരത്തെ ഉണ്ടായിരുന്ന 10 പ്ലസ് ഇവിടെ 10 ഇസ് ഈക്വൽ ടു എത്ര വരിക, 20 അല്ലേ. ഇവിടെ 20 ദെൻ ക്രെഡിറ്റേഴ്സ് കൂടിയല്ലോ അല്ലേ. ക്രെഡിറ്റേഴ്സ് 5 എന്നുള്ളത് എത്രയായി, 15 മാറി. ഇനി നോക്കൂ, വർക്കിംഗ് ക്യാപിറ്റൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത്. 40 + 40 + 20 എത്രയാണ്, 100. ദെൻ 20 + 30, 15 + 15 30, 30 + 20 50. അതായത് വർക്കിംഗ് ക്യാപിറ്റലിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരു മാറ്റവും വന്നിട്ടില്ല. വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണോ അത് സെയിം ആണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലൊരു ട്രാൻസാക്ഷൻസ് നടന്നാലും എന്ത് ചെയ്യില്ല, ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഫണ്ടിനെ എഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നോ, അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഫണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല.